ഇന്ന് അർദ്ധരാത്രി മുതൽ KSRTC അനിശ്ചിതകാല പണിമുടക്ക്. മാനേജ്മെന്റ് സംയുക്ത തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. എംപാനലുകാരെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് CMD ടോമിൻ ജെ തച്ചങ്കരി പറഞ്ഞു. തൊഴിലാളികൾ സമവായത്തിന്റെ പാത കണ്ടെത്തണമെന്ന് മന്ത്രി AK ശശീന്ദ്രനും ആവശ്യപ്പെട്ടു. തച്ചങ്കരിക്ക് സ്ഥാപനത്തെ തകർക്കാനുള്ള അജണ്ടയാണെന്ന് തൊഴിലാളി യൂണിയനുകൾ പ്രതികരിച്ചു. ഡ്യൂട്ടി പരിഷ്കരണം സംബന്ധിച്ച് ഗതാഗത സെക്രട്ടറി നൽകിയ ശുപാർശ നടപ്പിലാക്കുക, ശമ്പള പരിഷ്കരണ ചർച്ചകൾ ആരംഭിക്കുക, പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അർദ്ധരാത്രി മുതൽ KSRTC അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുന്നത്. പണിമുടക്ക് ഒഴിവാക്കാനായി CMD ടോമിൻ ജെ തച്ചങ്കരി സംയുക്ത തൊഴിലാളി യൂണിയനുകളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണെന്നും എംപാനലുകാരെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന് മാനേജ്മെന്റ് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തിൽ പണിമുടക്ക് ഒഴിവാക്കണമെന്നും തച്ചങ്കരി ആവശ്യപ്പെട്ടു. തച്ചങ്കരിക്ക് സ്ഥാപനത്തെ തകർക്കാനുള്ള അജണ്ടയാണെന്നും ഗതാഗത സെക്രട്ടറി നൽകിയ റിപ്പോർട്ട് തച്ചങ്കരി മറച്ചുവെക്കുന്നതായും തൊഴിലാളി യൂണിയനുകൾ പ്രതികരിച്ചു. തൊഴിലാളികൾ സമവായത്തിന്റെ പാത കണ്ടെത്തണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. അനിശ്ചിതകാല പണിമുടക്ക് പോലുള്ള ഒരു വലിയ സമരം താങ്ങാനുള്ള ശേഷിയുള്ള ഒരു സ്ഥാപനമാണോ KSRTC എന്ന് ഞങ്ങളെക്കാളേറെ ബോധ്യമുള്ളവരാണ് അവിടുത്തെ തൊഴിലാളികളും തൊഴിലാളി സംഘടനാ നേതാക്കന്മാരും. ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് സമരം ഒഴിവാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് യൂണിയൻ നേതാക്കന്മാർ ആലോചിക്കേണ്ടത്. ഗവൺമെന്റും അങ്ങനെ തന്നെയാണ് ആലോചിക്കുക. പണിമുടക്കുമായി മുന്നോട്ടു പോയാൽ എന്ത് ചെയ്യണം എന്നത് സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അതേസമയം KSRTC തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്കുമായി ബന്ധപ്പെട്ട് അനുരഞ്ജനത്തിന്റെ സാധ്യതകൾ അറിയിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. എന്നാൽ വിഷയത്തിൽ നിയമപരമായി പരിഹാരം തേടാമെന്നിരിക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഒരു പണിമുടക്ക് ആവശ്യമാണോ എന്ന് ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി ചോദിച്ചു. KSRTC തൊഴിലാളികൾ പ്രഖ്യാപിച്ച പണിമുടക്കിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. സാലി മുഹമ്മദ് ചേരുന്നു ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരങ്ങളുമായി. സാലി, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുകയാണ്. എന്നാൽ രാവിലെ കോടതി പറഞ്ഞിരിക്കുന്നു ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സമരത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് തന്നെയാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് ഹർജി രാവിലെ പരിഗണിച്ചപ്പോൾ കോടതി ഉന്നയിച്ച വിഷയങ്ങൾ? പ്രിയ, അല്പസമയത്തിനകം ഈ ഹർജി വീണ്ടും ഡിവിഷൻ ബെഞ്ചിന്റെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പാകെ എത്തും. ഇന്ന് രാവിലെയാണ് ഒരു ഹർജി, ഈ പണിമുടക്ക് തടഞ്ഞ് ഉത്തരവാകണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു ഹർജി കോടതിയിലെത്തിയത്. സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന സംഘടനയായിരുന്നു ഹർജിയുമായി കോടതിയിലെത്തിയത്. അതിൽ ഒരു പ്രാഥമിക വാദം രാവിലെ തന്നെ നടന്നു. അപ്പോൾ കോടതി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് ഇപ്പോൾ ഈ സമരം? അനാവശ്യ സമരങ്ങൾ നിയമവിരുദ്ധമല്ലേ? അനുരഞ്ജന ചർച്ച നടക്കുമ്പോൾ ഈ സമരം പ്രഖ്യാപിക്കേണ്ടതുണ്ടോ? സമരം എന്തിനാണ് എന്നാണ് കോടതിയുടെ ചോദ്യം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ലേ ഇത്തരം സമരങ്ങൾ ചെയ്യുന്നത്? പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയല്ലേ വേണ്ടിയിരുന്നത്? ഒപ്പം നാട്ടുകാരുടെയും ജനങ്ങളുടെയും യാത്രക്കാരുടെയും ഒക്കെ അവകാശങ്ങൾ, യാത്രാവകാശങ്ങൾ കൂടി പരിഗണിക്കേണ്ടതല്ലേ തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചത്. മാത്രമല്ല, നേരത്തെ നോട്ടീസ് നൽകിയത് പണിമുടക്കാനുള്ള ഒരു അവകാശമല്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും അതിനുശേഷമാണ് ഇന്ന് അനുരഞ്ജന ചർച്ച നടക്കുന്നു എന്ന വിവരം സർക്കാർ അഭിഭാഷകൻ കോടതി അറിയിച്ചത്. അപ്പോൾ കോടതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 1:45 ഉച്ചയ്ക്ക് ശേഷം കോടതി വീണ്ടും കൂടുമ്പോൾ അനുരഞ്ജന ചർച്ചയുടെ റിസൾട്ട് കോടതിയെ അറിയിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിന് ഓപ്പൺ കോടതിയിൽ ഇത് വരും. അപ്പോൾ കോടതി എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കും. ശരി, വിവരങ്ങളാണ് സാലി നൽകിയത്. ശബരിമലയിൽ ദർശനത്തിനെത്തിയ യുവതികളെ നീലിമലയിൽ തടഞ്ഞു. വ്രതമെടുത്ത് ദർശനത്തിനെത്തിയതാണെന്ന് അറിയിച്ചിട്ടും യുവതികളെ നീലിമലയിൽ തടയുകയായിരുന്നു. രേഷ്മ നിഷാന്ത്, ഷാനില സജേഷ് എന്നിവരാണ് ദർശനത്തിനെത്തിയത്. പ്രതിഷേധവുമായി എത്തിയ ഒരു സംഘമാണ് ഇവരെ തടഞ്ഞത്. പ്രതിഷേധത്തെ തുടർന്ന് ഇവർ മല കയറാനാകാതെ മടങ്ങി. ചൊവ്വാഴ്ച പുലർച്ചെ 4:00-ഓടെയാണ് കണ്ണൂർ സ്വദേശികളായ 2 യുവതികൾ ശബരിമല ദർശനത്തിനായി പമ്പയിലെത്തിയത്. തുടർന്ന് മലചവിട്ടി മുന്നോട്ട് പോയ യുവതികളെ നീലിമലയിൽ പ്രതിഷേധക്കാർ തടയുകയായിരുന്നു. 2 യുവതികളടങ്ങിയ 9 അംഗ സംഘത്തെയാണ് പ്രതിഷേധക്കാർ തടഞ്ഞത്. ആദ്യം പിന്മാറാൻ തയ്യാറല്ലെന്ന് ഇവർ പോലീസിന് നിലപാട് അറിയിച്ചു. എന്നാൽ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ. കാര്യമറിയാതെ ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരും സ്ഥലത്ത് തമ്പടിച്ചു. പൂർണ്ണമായും വഴി തടഞ്ഞുള്ള പ്രതിഷേധത്തിൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോയ തീർത്ഥാടകരും സന്നിധാനത്ത് നിന്ന് ദർശനം കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടകരും കുരുക്കിൽപ്പെട്ടു. ഇത് നീലിമല ഭാഗത്ത് ഏറെ നേരം വലിയ തിരക്ക് സൃഷ്ടിച്ചു. മറ്റ് തീർത്ഥാടകരുടെ സുഗമ ദർശനത്തിന് പ്രതിഷേധം തടസ്സം സൃഷ്ടിക്കാൻ തുടങ്ങിയതോടെ പോലീസ് യുവതികളുമായി സംസാരിക്കുകയും ഇവരെ പോലീസ് വാഹനത്തിൽ പമ്പയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഈ സമയത്ത് പോലീസിന് നേരെയും മാധ്യമ പ്രവർത്തകർക്ക് നേരെയും കല്ലേറുണ്ടായി. തുടർന്ന് അക്രമങ്ങളിൽ പങ്കെടുത്ത 7 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജാമ്യത്തിൽ വിട്ടു. നേരത്തെയും രേഷ്മ നിശാന്ത് ശബരിമല ദർശനത്തിനായി എത്തിയിരുന്നു. അന്നും പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങുകയായിരുന്നു.
ശബരിമല അടയ്ക്കാൻ 3 നാൾ ശേഷിക്കെ വ്രതാനുഷ്ഠാനമായി ശബരിമലത്തെ യുവതി തടഞ്ഞുകൊണ്ട് സംഘപരിവാർ വീണ്ടും കലാപത്തിന് ശബരിമലയിൽ കോപ്പുകൂട്ടുകയാണ്. എന്നാൽ ഈ കലാപനീക്കത്തെ മുളയെന്നുള്ളാൻ പോലീസിനായി. പമ്പയിൽ നിന്നും ക്യാമറാമാൻ പി സലീമിനൊപ്പം VS അഭിരാം. വ്രതമെടുത്ത് ദർശനത്തിനെത്തുന്നവരാരായാലും അവരെ തടയുന്നത് അനീതിയെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അക്രമികൾ സ്വയം പിന്തിരിയാൻ തയ്യാറാകണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പോലീസ് ശബരിമലയിൽ പുലർത്തുന്നത് തികഞ്ഞ സംയമനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ ശബരിമലയിൽ പാടില്ല. അവിടെ വ്രതശുദ്ധിയോടുകൂടി ശബരിമല സന്നിധാനത്ത് അയ്യപ്പനെ തൊഴാൻ വരുന്ന ഭക്തജനങ്ങളെ തടയുന്നത് അന്യായമാണ്, അനീതിയാണ്. ഒരു കാരണവശാലും അത് ശരിയല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പോലീസ് അവിടെ വളരെ വളരെ ആത്മസംയമനം പാലിക്കുകയും ശബരിമല സന്നിധാനത്തിൻ്റെ പവിത്രത സൂക്ഷിക്കണമെന്നുള്ള നിലയിൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. അവിടെ ഒരു കലാപമുണ്ടാക്കാനോ പ്രശ്നമുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നതായിട്ടുള്ള അക്രമി സംഘങ്ങൾക്ക് പേക്കൂത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുന്നതിന് പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിശ്ചയമായിട്ടും അക്രമത്തിന് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടി എത്തുന്നതായിട്ടുള്ള ആളുകളാണ് തിരുത്തേണ്ടത്. അവിടെ സ്ത്രീകൾ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതെ എത്രയോ പേർ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ 7-8 പേരടങ്ങുന്ന സംഘമാണെന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ അക്രമികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ഈ അക്രമത്തിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വേണ്ടത്. യുവതികളെ ശബരിമല അരവണ കൗണ്ടറിലും കൊപ്രാക്കളത്തിലും ഒളിപ്പിച്ചിരിക്കുന്നുവെന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്ത ശുദ്ധ അസംബന്ധമെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇന്ന് സന്നിധാനത്ത് യുവതികൾ എത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ ഇന്ന് യുവതികൾ എത്തിയതായിട്ട് ചില ചാനലുകളിൽ വാർത്ത വന്നത് ഇവിടെ വന്നതായി ദേവസ്വത്തിൻ്റെ ചുമതല ഏർപ്പെട്ടിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയോ മറ്റ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പുകൾ ലഭ്യമാവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഒരു ചാനലിൽ നമ്മുടെ അരവണ പ്ലാന്റിൽ ഇങ്ങനെ യുവതികളെ സംരക്ഷിക്കുന്നതായി ഒരു വാർത്ത വന്നു. അത് തികച്ചും തെറ്റായ ഒരു വാർത്തയാണ്. അത്തരത്തിലൊരു വാർത്ത ഈ ശബരിമലയെ സംബന്ധിച്ച് നമ്മൾ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ആ വാർത്ത അത്തരത്തിൽ ആ ചാനൽ പുറത്തുവിട്ടത് ഒഴിവാക്കേണ്ട ഒരു സംഗതി തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അങ്ങനെയുള്ള ആരും തന്നെ ഇവിടെ നമ്മുടെ സംരക്ഷണയിലോ കൊപ്രാക്കളത്തിലോ ഉള്ളതായി എൻ്റെ ശ്രദ്ധയിലോ ആരും പറഞ്ഞുള്ള അറിവിലോ ഇല്ലാത്തതാണ്. അത് ഈ ചാനൽ മുഖേനയാണ് എനിക്ക് അറിവ് ലഭിച്ചിട്ടുള്ളത്. അരവണ പ്ലാന്റിൽ പൂർണ്ണമായി എൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട മേഖലയാണ്. ആ മേഖലയിൽ അത് സ്ത്രീ എന്നുള്ളത് മാത്രമല്ല, എന്ത് സംഭവിച്ചാലും ആ നിമിഷം തന്നെ എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അത് ഞാൻ പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് ഈ വിവരം നൽകുന്നത്. കർണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു. കോൺഗ്രസും BJPയും MLA-മാരെ പാർപ്പിച്ചിരിക്കുന്ന രഹസ്യ സങ്കേതങ്ങളിൽ സുരക്ഷ ശക്തമാക്കി. 5 കോൺഗ്രസ് MLA-മാർ താമസിക്കുന്ന മുംബൈയിലെ ഹോട്ടലിൽ കർണാടക പോലീസ് പരിശോധന നടത്തിയേക്കും. കർണാടക, മുംബൈ, ദില്ലി എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് JDS കോൺഗ്രസ് സഖ്യ സർക്കാരിനെതിരായ നീക്കങ്ങൾ സജീവമായിരിക്കുന്നത്. സ്വന്തം MLA-മാർ മറികണ്ഠം ചാടാതിരിക്കാൻ BJP 2 ദിവസം മുമ്പ് മുഴുവൻ പേരെയും ദില്ലി ഹരിയാന അതിർത്തിയിലെ ഗുരുഗ്രാമിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എത്തിച്ചിരുന്നു. ഹോട്ടലിന് ചുറ്റും ഇന്നലെ അർദ്ധരാത്രി മുതൽ സുരക്ഷ ശക്തമാക്കി. കർണാടകയിലെ വിവിധ സങ്കേതങ്ങളിലാണ് കോൺഗ്രസ് JDS MLA-മാർ ഉള്ളത്. മുംബൈയിൽ കോൺഗ്രസിന്റെ 5 വിമത MLA-മാർ BJP നേതാക്കൾക്കൊപ്പമുണ്ട്. ഇത് കോൺഗ്രസിന്റെ ആശങ്ക കൂട്ടുന്നു. ഇവർ താമസിക്കുന്ന ഹോട്ടലിൽ കർണാടക പോലീസ് പരിശോധന നടത്തിയേക്കും. മഹാരാഷ്ട്ര പോലീസിന്റെ സഹായത്തോടെ ഇത് തടയാനാണ് നീക്കം. ഹോട്ടലിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. അതേസമയം ഇപ്പോൾ നടക്കുന്ന കുതിരക്കച്ചവടത്തിൽ ആശങ്കയില്ലെന്നാണ് മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ നിലപാട്. BJP MLA-മാരെ കുറുമാറ്റിക്കാനും ശ്രമം സജീവമായിട്ടുണ്ട്. 2 സ്വതന്ത്ര MLA-മാർ ഇന്നലെയാണ് കർണാടക സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജസ്ഥാൻ, ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ സുപ്രീം കോടതിയിലേക്ക് ഉയർത്താനുള്ള തീരുമാനം കൊളീജിയം മാറ്റിയതിനെതിരെ സുപ്രീം കോടതി ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് കത്തയച്ചു. ജസ്റ്റിസ് സഞ്ജയ് ഖന്നയുടെ സീനിയോറിറ്റി മറികടന്നാണ് സുപ്രീം കോടതിയിലേക്ക് കൊളീജിയം ശുപാർശ ഉണ്ടായതെന്നും വിമർശനം. കൊളീജിയം തീരുമാനത്തിനെതിരെ മുൻ ചീഫ് ജസ്റ്റിസ് RM ലോധയും മുൻ ജസ്റ്റിസ് ചെലമേശ്വറും രംഗത്തുവന്നു. ഡിസംബർ 12 ചേർന്ന കൊളീജിയം യോഗം രാജസ്ഥാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പ്രദീപ് നന്ദ്രജോഗ്, ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ എന്നിവരെ സുപ്രീം കോടതി ജസ്റ്റിസുമാരെ ഉയർത്താൻ തത്വത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ ജനുവരി 5, 6 തീയതികളിൽ ചേർന്ന കൊളീജിയം ഈ തീരുമാനം മാറ്റി.
പകരം കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി, ദില്ലി ഹൈക്കോടതി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവരെ സുപ്രീം കോടതി ജസ്റ്റിസുമാരെ ഉയർത്താൻ ശുപാർശ ചെയ്തു. ഈ തീരുമാനത്തിനെതിരെയാണ് സുപ്രീം കോടതി ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ രംഗത്ത് വന്നിരിക്കുന്നത്. കൊളീജിയത്തിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കത്തയച്ചു. 2013 പുറപ്പെടുവിച്ച ഒരു വിധിയിൽ വരുത്തിയ പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് പ്രദീപ് നന്ദ്രജോഗിന്റെ സ്ഥാനക്കയറ്റം കൊളീജിയം പുനഃപരിശോധിച്ചതെന്നാണ് സൂചന. ഡിസംബർ അവസാനം ജസ്റ്റിസ് മദൻ പി ലോക്കൂർ വിരമിച്ചതിനെ തുടർന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര കൊളീജിയത്തിൽ പുതുതായി എത്തിയിരുന്നു. അതേസമയം കൊളീജിയം തീരുമാനത്തിനെതിരെ മുൻ ചീഫ് ജസ്റ്റിസ് RM ലോധയും മുൻ ജസ്റ്റിസ് ജെ ചെലമേശ്വരും രംഗത്ത് വന്നു. രാജസ്ഥാൻ, ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ സുപ്രീം കോടതിക്ക് ഉയർത്താനുള്ള തീരുമാനം കൊളീജിയം മാറ്റിയത് ഞെട്ടിച്ചുവെന്ന് മുൻ ചീഫ് ജസ്റ്റിസ് RM ലോധ പറഞ്ഞു. കൊളീജിയം വ്യവസ്ഥയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് മുൻ ജസ്റ്റിസ് ജെ ചെലമേശ്വർ വ്യക്തമാക്കി. മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ കാലത്തുണ്ടായിരുന്ന വിവാദങ്ങൾ രഞ്ജൻ ഗൊഗോയുടെ കാലത്തും തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. IAS ഉദ്യോഗസ്ഥരുടെ അലവൻസ് വർദ്ധിപ്പിക്കാനും തീരുമാനമായി. നേരത്തെ ബില്ലുകൾ നൽകിയായിരുന്നു അലവൻസ് അനുവദിച്ചിരുന്നത്. അതൊഴിവാക്കിയാണ് പുതിയ തീരുമാനം. സീനിയോറിറ്റി അനുസരിച്ച് 3000 രൂപ മുതൽ 12000 രൂപ വരെയാണ് അലവൻസ് അനുവദിക്കുക. കുടിവെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും ചെലവ് സർക്കാർ വഹിക്കാനും തീരുമാനമായി. അഗസ്ത്യാർകൂട ട്രക്കിങ്ങിനായി പുറപ്പെട്ട വനിത ഉൾപ്പെടുന്ന ആദ്യ സംഘം ഇന്ന് ബോണക്കാട് തിരിച്ചെത്തും. കഴിഞ്ഞ ദിവസം രാവിലെ 11:10 ആയതോടെയാണ് സംഘം അഗസ്ത്യാർകൂട മലയ്ക്ക് മുകളിലെത്തിയത്. അതീവ ദുഷ്കരമായ പാതയിലൂടെയായിരുന്നു യാത്രയെന്ന് ചരിത്ര സൃഷ്ടിച്ച വനിത ധന്യ സനൽ പറഞ്ഞു. ഈ മാസം 14 രാവിലെ 9:30യോടെയാണ് ചരിത്രത്തിലിടം നേടുന്ന അഗസ്ത്യാർകൂട ട്രക്കിങ്ങിന് തുടക്കമായത്. 13 കിലോമീറ്റർ സഞ്ചരിച്ച് ബേസ് ക്യാമ്പായ അതിരുമലയിൽ 3 മണിയോടെയാണ് വനിതയുൾപ്പെടുന്ന ആദ്യ സംഘം എത്തിയത്. തുടർന്ന് രണ്ടാം ദിനത്തിൽ രാവിലെ 7:30യോടെ യാത്ര പുനരാരംഭിച്ച് 11:10ഓടെ അഗസ്ത്യാർകൂട മലയ്ക്ക് മുകളിലെത്തി. അതീവ ദുഷ്കരമായ പാതയിലൂടെയായിരുന്നു യാത്രയെന്ന് ചരിത്രം സൃഷ്ടിച്ച പ്രതിരോധ സേനയുടെ ദക്ഷിണേന്ത്യൻ വക്താവ് കൂടിയായ ധന്യ സനൽ പറഞ്ഞു. നല്ല ടഫ് ടെറൈനാണ്. നമ്മൾ സാധാരണ ചെറിയ ചെറിയ ട്രക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും അഗസ്ത്യാർകൂടം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഡെസ്റ്റിനേഷൻ ആയിരിക്കും സ്ത്രീകൾക്ക്. സേതുലക്ഷ്മി, പ്രഭ എന്നീ ബീറ്റ് ഓഫീസർമാരും ധന്യക്കൊപ്പമുണ്ടായിരുന്നു. ഇതാദ്യമായാണ് സ്ത്രീകൾ അഗസ്ത്യാർകൂട ട്രക്കിംഗ് നടത്തുന്നത്. അഗസ്ത്യാർകൂട മലയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ അതിരുമലയിലെത്തി വിശ്രമിച്ച സംഘം ഇന്ന് ഉച്ചയോടെ ബോണക്കാട് പിക്കപ്പ് സ്റ്റേഷനിലെത്തും. ഇതോടെ കൂടുതൽ സ്ത്രീകൾ ട്രക്കിങ്ങിനായി എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ഉണ്ടായ പ്രോട്ടോകോൾ ലംഘനത്തിൽ ശക്തമായ പ്രതിഷേധമെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തെ വഞ്ചിച്ച മോദി കഴിവുണ്ടെങ്കിൽ കേരളത്തിൽ മത്സരിക്കണമെന്ന് വെല്ലുവിളിക്കുന്നതായും ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും ആവർത്തിക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ കേരള സന്ദർശനം ഒരു വൻ പരാജയമായിരുന്നു. നരേന്ദ്രമോദി എന്തിനാണ് അവിടെ വന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. നരേന്ദ്രമോദിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിൽ വന്ന് മത്സരിക്കട്ടല്ലേ അദ്ദേഹം? കേരളത്തിൽ മത്സരിക്കാൻ അദ്ദേഹം തയ്യാറാവട്ടെ. ഈ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കാൻ നരേന്ദ്രമോദിക്കും RSSനും BJPക്കും കഴിഞ്ഞിട്ടുള്ളൂ. ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ BJPയെയും RSSനെയും വിശ്വസിക്കാത്തത്. കേരളം കേരളമാണ്. കേരളത്തിലെ പുരോഗമന വിശ്വാസികളും മതേതര വിശ്വാസികളുമായ ജനങ്ങൾ ഒരു കാരണവശാലും RSSനും BJPക്കും അവിടെ വളരാനുള്ള അവസരം കൊടുക്കില്ല. സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമരത്തിന്റെ രീതി മാറുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ പിള്ള. തുടർ സമരത്തെക്കുറിച്ച് ആലോചിച്ച ശേഷം പാർട്ടി തീരുമാനിക്കും. ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്നത് ട്രെയിനിൽ കയറിയ കുമ്മനത്തിന്റെ അവസ്ഥ ആകാതിരിക്കാനെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയെ അസ്വസ്ഥനാക്കിയ തരത്തിൽ ഇന്നലെ പ്രവർത്തകർ പെരുമാറിയത് ശരിയായില്ലെന്നും കൂകി വിളിച്ച ആരെയും BJP ന്യായീകരിക്കില്ലെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. സമരം അതിനെപ്പറ്റി തീരുമാനിക്കും. സമരം അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കും. ആ തീരുമാനം അടുത്ത് തന്നെ ഉണ്ടാകും. പാർട്ടിയുടെ കമ്മിറ്റിയാണ് അത് തീരുമാനിക്കുന്നത്. അല്ല, അതാണല്ലേ ഞാൻ പറഞ്ഞത്. അത് സമരം എപ്പോഴും അനശ്യൂതമായിട്ടുള്ള ഒന്നാണ്. അപ്പം ആ സമരമാർഗത്തിന് ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. സമരമായും BJP മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ സെക്രട്ടേറിയറ്റ് നടക്കിലെ സമരം വേണോ വേണ്ടയോ ആ കാര്യങ്ങളെക്കുറിച്ച് പാർട്ടി ആലോചിക്കും.
സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സംസ്കാരം അല്പസമയത്തിനകം തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടക്കും. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും കലാഭവൻ തിയേറ്ററിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സാമൂഹ്യ, രാഷ്ട്രീയ, കലാ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു. ജീവൻ ചേരുകയാണ്. വിവരങ്ങളുമായി ജീവൻ, എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക? പ്രിയ, ഞാനിപ്പോൾ നിൽക്കുന്നത് തൈക്കാട്ടെ ശാന്തി കവാടത്തിലാണ്. ഇവിടെയാണ് ലെനിൻ രാജേന്ദ്രൻ അന്ത്യവിശ്രമത്തിന് ഒരുങ്ങുന്നത്. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ തൈക്കാട്ടെ ശാന്തി കവാടത്തിന് മുന്നിലെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാത്തുകൊണ്ട് നിരവധി ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നലെയും ഇന്നുമായി അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഇവിടെ തടിച്ചുകൂടിയത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി തിരുവനന്തപുരത്ത് മൃതദേഹം എത്തിച്ച സമയം മുതൽ, തുടർന്ന് പണ്ഡിറ്റ് കോളനിയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച സമയം മുതൽ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി എത്തിയത്. തുടർന്ന് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി 10:30 ഏതാണ്ട് അരമണിക്കൂർ, 10 മണിക്കാണ് നേരത്തെ വെക്കും എന്ന് പൊതുദർശനത്തിന് വെക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 10:30 യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിച്ചത്. പഴയ സഹപാഠികൾ, അദ്ദേഹത്തിൻ്റെ പഴയ സഹപ്രവർത്തകർ, അവരെല്ലാവരും മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായ വഴുതക്കാട്ടെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനത്ത് കലാഭവൻ തിയേറ്ററിന് മുന്നിൽ എത്തിച്ചു. കലാഭവൻ തിയേറ്ററിലെ ഒരുപാട് ലെനിൻ രാജേന്ദ്രൻ ചിത്രങ്ങൾ തിരശീലയിൽ നടനമാടിയ തിരശീലയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം കിടത്തി. അവിടെ മന്ത്രിമാർ അടക്കമുള്ള പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. പൂർണ്ണ ഔദ്യോഗികമായ ബഹുമതികളോടുകൂടിയായിരിക്കും ലെനിൻ രാജേന്ദ്രന് സംസ്ഥാനം വിട നൽകുക. ഇപ്പോൾ തൈക്കാട് ശാന്തി കവാടത്തിൽ അതിൻ്റെ അന്തിമമായ ഒരുക്കങ്ങൾ നടക്കുകയാണ്. മൃതദേഹം ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് അടക്കമുള്ള പോലീസിൻ്റെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി, പൂർണ്ണ സംസ്ഥാന ഔദ്യോഗിക ബഹുമതികൾ നൽകുന്നതിനായി പോലീസ് സംവിധാനങ്ങളും ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ കവിതകൾ, പാട്ടുകൾ എല്ലാം ആലപിച്ചുകൊണ്ടുള്ള ഒരു വളരെ തികച്ചും വൈകാരികമായൊരു യാത്ര അത് നൽകുക എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. 2 മണിയോടുകൂടിയാണ് സംസ്കാരം പറഞ്ഞിരുന്നതെങ്കിലും ആരാധകരുടെ ആധിക്യം മൂലം ഇപ്പോൾ സമയം അല്പം വൈകിയിട്ടുണ്ട്. എന്തായാലും മറ്റ് ചടങ്ങുകൾ ഒന്നും ഉണ്ടാവില്ല എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. റീത്ത് വെക്കുക അടക്കമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നടക്കുക. ഇപ്പോൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെയുണ്ട്. സംസ്ഥാന മന്ത്രിസഭയിലെ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട ആളുകളും, ഏതാണ്ട് മുഴുവൻ, മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ മന്ത്രിമാരും അദ്ദേഹത്തിന് അന്തിമോപചാരം ഇന്നും ഇന്നലെയുമായി അർപ്പിച്ചിരുന്നു. സാംസ്കാരിക, കലാ, രാഷ്ട്രീയ, സാമൂഹ്യ, സിനിമാ മേഖലയിലെ നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോഴും ഒരു വലിയ പുരുഷാരം ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. അഗ്നിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ലെനിൻ രാജേന്ദ്രനെ ഏറ്റുവാങ്ങും മുമ്പ് ഒരു നോക്ക് കാണുന്നതിനായി ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും ഈ തൈക്കാട് ശാന്തി കവാടത്തിൽ എത്തി നിൽക്കുന്നത്. ആയിരക്കണക്കിന്, ഒരുപക്ഷെ ലെനിൻ രാജേന്ദ്രൻ എന്ന പ്രതിഭ, ഒരു ചലച്ചിത്ര പ്രവർത്തകൻ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നൽകിയ, സിനിമാ മേഖലയ്ക്ക് നൽകിയ ഒരിക്കലും മറക്കാനാവാത്ത ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ സംഭാവന, അവയെ ഓർത്തെടുക്കുന്ന കലാസ്വാദകരുടെ ഒരു വലിയ പരിച്ഛേദം ഇപ്പോൾ ഇവിടെ കവി മധുസൂദനൻ നായരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കവിതാലാപനം നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന ചിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കവിത ഇവിടെ ആലപിക്കുകയാണ്. ഇരുളിൻ മഹാനിദ്രയിൽ എന്ന കവിത മധുസൂദനൻ നായർ ആലപിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഉചിതമായ ഈ കഴിഞ്ഞ 20ാം നൂറ്റാണ്ടിലും 21ാം നൂറ്റാണ്ടിലുമായി പടർന്നു കിടക്കുന്ന സിനിമാ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിലെ ഏറ്റവും ശക്തനായ പ്രയോക്താവായ ലെനിൻ രാജേന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി
അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ പാടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ കവിതകൾ ആലപിച്ചുകൊണ്ട് ഉള്ള ഒരു ഇതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ മരണാനന്തര ചടങ്ങുകൾ സംസ്ഥാന ഔദ്യോഗിക ബഹുമതികൾ പോലീസ് നൽകുകയാണ്. സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. തൈക്കാട് ശാന്തി കവാടത്തിൽ സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും കലാഭവൻ തിയേറ്ററിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് ശാന്തി കവാടത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിച്ചത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു. മറ്റ് പ്രത്യേക ചടങ്ങുകളൊന്നുമില്ലാതെ റീത്ത് സമർപ്പിച്ചുകൊണ്ട് സംസ്കാരത്തിലേക്ക് പോകുകയാണ്. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തെ അവസാനമായി കാണാൻ ശാന്തി കവാടത്തിലേക്കും ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലും കലാഭവനിലും എത്തിയിരുന്നു. ഇപ്പോൾ ശാന്തി കവാടത്തിൽ
വലിയൊരു ജനക്കൂട്ടം തന്നെയുണ്ട്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് സർക്കാരിന്റെ പ്രതിനിധിയായി അവിടെ ഉള്ളത്. നടക്കൂല, അതുകൊണ്ടാണ് ഞാൻ നോക്കി കേബിൾ പിടികെട്ടാ മൈക്കിന്റെ കേബിൾ വിഖ്യാത സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ്റെ മൃതദേഹം അഗ്നി ഏറ്റുവാങ്ങാനായി പോവുകയാണ്. അന്തിമ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, 2 മക്കൾ, സംസ്ഥാന മന്ത്രിസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ സ്പീക്കർ എം വിജയകുമാർ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സിനിമാ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകർ, സ്നേഹിതർ, ആരാധകർ എല്ലാവരും ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഏറ്റവും മിനിമം ആളുകൾ മാത്രമാണ് ഇപ്പോൾ CPIMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അന്തിമ അഭിവാദ്യം അർപ്പിക്കുകയാണ്. CPIMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അന്തിമ അഭിവാദ്യം അർപ്പിക്കുകയാണ്. അവസാനമായി തൈക്കാട് ശാന്തി കവാടത്തിലെത്തിയിരിക്കുന്ന അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയത്. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ തന്നെ ദൈവത്തിൻ്റെ വികൃതികളെന്ന സിനിമയിലെ ഇരുളിൻ മഹാനിദ്രയിൽ എന്ന ഗാനമാണ് ആലപിച്ചത്. ഒരുപക്ഷെ ആ ഗാനത്തിലെ വരികൾ പോലെ അടരുവാൻ വയ്യ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ഏത് സ്വർഗം വിളിച്ചാലും എന്ന വാക്കുകൾ വളരെ വൈകാരികമായി ഈ അന്തരീക്ഷത്തിൽ അലയടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം ഈ നാട് നൽകുന്നത്. ഇപ്പോൾ നിമിഷങ്ങൾക്കകം ലെനിൻ രാജേന്ദ്രൻ എന്ന ഏറ്റവും വിഖ്യാതനായ, എല്ലാ കാലത്തും തൊഴിലാളി വർഗത്തോടൊപ്പം ഉറച്ചു നിൽക്കുകയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സ്ത്രീപക്ഷ സിനിമകൾ സൃഷ്ടിക്കുകയും ചെയ്ത ലെനിൻ രാജേന്ദ്രൻ ചരിത്രത്തെ ഒരു സാമൂഹ്യ മുന്നേറ്റത്തിനുള്ള ഉപാധിയായി മുഴക്കിയ, ഒരുപക്ഷെ ഇൻകുലാബ് മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഒരു അഗ്നിയായി ലെനിൻ രാജേന്ദ്രൻ അഗ്നി ഏറ്റുവാങ്ങുന്നു. ലെനിൻ രാജേന്ദ്രൻ്റെ മൃതദേഹം, ലെനിൻ രാജേന്ദ്രൻ മരിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ്റെ സംസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. ശാന്തി കവാടത്തിൽ, തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം നടന്നത്. വിവരങ്ങളാണ് ജീവൻ നൽകിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.